ശക്തമായ മറുപടി. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പ്രത്യാക്രമണം തൊടുത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ഈ പാതിരാത്രിക്ക് ശേഷവും കൊടുത്തിട്ടും വീണ്ടും പാകിസ്ഥാൻ പ്രകോപനപരമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണോ? ജമ്മുവിലെ സ്ഥിതി എന്താണ്? ജമ്മുവിൽ തൊട്ട് അതിർത്തിയിൽ കൂടുതൽ എത്രത്തോളം ജാഗരൂകമാകുന്നു രാജ്യം? അപർണ, പാകിസ്ഥാൻ പിന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. ഇന്ത്യയെ വീണ്ടും ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും ജമ്മുവിലേക്ക് ഡ്രോണുകൾ അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതാണ്ട് 4:15 വീണ്ടും ജമ്മു മേഖലയിലൊക്കെ തന്നെ ഡ്രോണുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വലിയ ശബ്ദം ഒക്കെ തന്നെ രാവിലെ കേൾക്കാമായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നേരം ഇതായിരുന്നു സാഹചര്യം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ. ഏതായാലും അതിനുശേഷം ഈ ഡ്രോണുകളെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു തരത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിലും പ്രകോപനം തുടരുകയാണ്. കാരണം ഇന്നലെ തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു ജമ്മു അടക്കമുള്ള പ്രദേശങ്ങൾ. ജമ്മു കശ്മീരും ആകട്ടെ, പഞ്ചാബ് ആകട്ടെ, രാജസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും വലിയ ശബ്ദം കേട്ടാണ് ആളുകളൊക്കെ തന്നെ ഉണർന്നത്. കാരണം ഇന്നലെ രാത്രിയാണ് സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത്. കാരണം 8:30 കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ച്, മിസൈലുകൾ ഉപയോഗിച്ച്, ഒപ്പം തന്നെ വിമാനങ്ങൾ ഉപയോഗിച്ചെല്ലാം തന്നെ ഇന്ത്യൻ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുകയായിരുന്നു. ഏതാണ്ട് ജമ്മു കശ്മീർ തൊട്ട് താഴെ രാജസ്ഥാൻ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലെ പല മേഖലകൾ, ഏതാണ്ട് 10ലധികം കേന്ദ്രങ്ങൾ പാക് സൈന്യം ലക്ഷ്യം വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്ത്യൻ സേന തകർക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ജമ്മു എടുക്കുകയാണെങ്കിൽ ശ്രീനഗർ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യകേന്ദ്രമാണ്. ഉദ്ധംപൂരിലാണ് നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനമുള്ളത്. ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് പാക് സൈന്യം ലക്ഷ്യം വെച്ചത്. ഇതിനെല്ലാം തന്നെ പ്രതിരോധ കവചം തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തകർക്കുകയായിരുന്നു. രാജസ്ഥാനിലും സമാനമായ സാഹചര്യമായിരുന്നു. പഠാൻകോട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക താവളമാണ്. ഇവിടെയൊക്കെ ഈ കേന്ദ്രങ്ങളാണ് പ്രധാനമായും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയുടെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ തിരിച്ചടിയിൽ നിന്നൊന്നും തന്നെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത്. പുലർച്ചയോടുകൂടി ഏതാണ്ട് 4:15 കൂടി വീണ്ടും ഡ്രോൺ അയച്ചിരിക്കുകയാണ് ജമ്മു കശ്മീരിലേക്ക്. ഏതായാലും എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം, കാരണം ഓരോ ദിവസവും എന്താണ് സംഭവിച്ചത്, ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചാണ് അറിയിക്കാറുള്ളത്. ഇന്നും ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയും ഒപ്പം തന്നെ 2 സൈനിക ഉദ്യോഗസ്ഥരും 10 മണിക്ക് കാണുന്നുണ്ട് മാധ്യമങ്ങളെ. അതിലായിരിക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാവുക. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാകില്ല, മറിച്ച് പാകിസ്ഥാൻ ആക്രമണം ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കശ്മീർ മുതൽ ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള 15 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ, അവിടെയൊക്കെ തന്നെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്, സൈനിക താവളങ്ങളടക്കം ഉള്ളതാണ് അവിടെ ലക്ഷ്യം വെച്ചത്. അതിന് മറുപടി എന്നോണമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. അങ്ങനെയാണ് ലാഹോറിലൊക്കെ തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായത്. അതിനുശേഷം പക്ഷേ പാകിസ്ഥാൻ അടങ്ങില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അത്തൗള്ള തരാർ അടക്കമുള്ള മന്ത്രിമാരുടെ പ്രസ്താവന. ഒരു തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് ഇന്നലെ രാത്രി 8:30 കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. ഒരു ആകാശ യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു. കാരണം മുൻപൊന്നും കാണാത്ത വിധത്തിലുള്ള ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നു. അങ്ങനെ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരം ഇന്നലെ രാത്രിയും സമാനമായ രീതിയിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഒപ്പം തന്നെ വിമാനം ഉപയോഗിച്ചും ഒക്കെ തന്നെ പാകിസ്ഥാൻ പ്രകോപനം നടത്തി. അതിനിടയിൽ 4 വിമാനങ്ങൾ ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ 4 വിമാനങ്ങൾ ഇന്ത്യ ഇന്നലെ തകർക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യത്തെ വലിയ അതിർത്തി കാക്കുന്ന, അല്ലെങ്കിൽ സേനാ വിഭാഗത്തിന്റെ വലിയ ഇടപെടൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ്
പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലെ ഉണ്ടായത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിന്നും തന്നെ പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല, മറിച്ച് വീണ്ടും ഇന്ത്യ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പുലർച്ചെ 4:15 വീണ്ടും ഡ്രോണുകൾ ജമ്മുവിന്റെ ആകാശത്ത് ഡ്രോണുകൾ കാണാമായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റ് നേരം ഇതായിരുന്നു സാഹചര്യം. വലിയ ശബ്ദം കേട്ടാണ് ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയത്. പക്ഷേ ജമ്മുവിൽ ബ്ലാക്ക് ഔട്ടാണുള്ളത്, വെളിച്ചം അണച്ചിരിക്കുകയാണ് ജമ്മുവിലടക്കം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈന്യം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇത് തകർത്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഒരുപക്ഷെ ജമ്മുവിൽ മാത്രമായിരിക്കില്ല, മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ 4:15 വലിയ സൈറൺ ജമ്മു മേഖലയിൽ മുഴങ്ങുകയായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ടു എന്നടക്കമുള്ള സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്താകുമെന്ന് അറിയാം. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഇന്ത്യയുടെ തിരിച്ചടിയിൽ സിയാൽകോട്ടും കറാച്ചിയും ലാഹോറും അടക്കമുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ നാശനഷ്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഇതേ സമയം തന്നെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. കാരണം സാംബ മേഖലയിലടക്കം ഈ നുഴഞ്ഞുകയറ്റ ശ്രമം കൂടി ഇന്നലെ രാത്രി ഉണ്ടായി. അതായത് എല്ലായ്പ്പോഴും വെടിനിർത്തൽ കരാർ ലംഘനം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാറുള്ളത്. കാരണം രണ്ട് തരത്തിൽ, ഒന്ന് മഞ്ഞ് വീഴുമ്പോൾ അത് ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ഭീകരരെ പാക് പട്ടാളം ഇന്ത്യയിലേക്ക് കടത്തിവിടാറുണ്ട്. ഒപ്പം വെടിനിർത്തൽ കരാർ ഉണ്ടാകുമ്പോൾ സൈന്യത്തിന്റെ ശ്രദ്ധ അതിലേക്ക് മാറുമ്പോൾ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാറുണ്ട്. അപ്പോൾ ഇന്നലെയും അത്തരത്തിൽ സാംബയിൽ, ജമ്മുവോട് ചേർന്ന് കിടക്കുന്ന സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായി. അത് BSF തകർത്തു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, വിമാനമടക്കം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. അതെല്ലാം തുരത്തി ഒരു പാക് സൈനികൻ ഇപ്പോൾ വ്യോമസേനയിലെ അംഗം ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട് എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അങ്ങനെ കലുഷിതമാണ് സാഹചര്യം. ഇന്ത്യയുടെ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. ഏതായാലും കര ഒപ്പം തന്നെ വ്യോമസേനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് നേതൃത്വം വഹിച്ചതെങ്കിൽ സംയുക്ത നീക്കമാണെന്ന് പറയാം. പക്ഷേ ഇതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് കര ഒപ്പം തന്നെ വ്യോമസേനകളായിരുന്നെങ്കിൽ ഇപ്പോൾ നാവികസേന കൂടി പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയെന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപർണ, അതാണ് അവിടേക്ക് തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നേവൽ ഫയറിംഗ് എക്സസൈസുകൾ അറേബ്യൻ സീയിൽ ഉണ്ടാകും എന്നുള്ള നോട്ടിഫിക്കേഷൻസുകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അത് മെയ് 13 വരെ ഇന്ത്യയുടേതാണെങ്കിൽ അതിനുശേഷം മെയ് 13 തൊട്ട് പാകിസ്ഥാന്റേത്. കൂടുതൽ ഫോക്കസ് വരുന്നത് ഇനി അറബിക്കടലുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ, അവിടെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ആ തരത്തിൽ കരയിൽ നിന്ന് ആകാശത്തിൽ നിന്ന് യുദ്ധം ഇനി വെള്ളത്തിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണോ? ഇപ്പോൾ ഈ നമ്മൾ ഈ രജൌരിയിലും പൂഞ്ചിലും ഒക്കെ ഈ ആക്രമണം നടക്കുന്നതിനൊപ്പമാണ് ഈ നേവൽ എക്സസൈസുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നത്. അതിലേക്ക് കൂടിയാണോ രാകേഷ് പറഞ്ഞു നിർത്തിയത്? അതായതുകൊണ്ട് അതെ അപർണ, നാവികസേന കൂടി ഇപ്പോൾ ഇതിന്റെ ഭാഗമാവുകയാണ്. നാവികസേന ആദ്യം മുതൽ ഉണ്ട്, കാരണം സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു സപ്പോർട്ട് എന്ന നിലയിലായിരുന്നു നാവികസേന ആദ്യഘട്ടത്തിൽ ഇടപെടുന്നെങ്കിൽ ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കമുണ്ടായി എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും സൈന്യം അല്ലെങ്കിൽ സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യമൊക്കെ തന്നെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ ആദ്യം പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറിയും 2 സൈനിക ഉദ്യോഗസ്ഥരും ഇക്കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും 10 മണിക്ക് ഇക്കാര്യങ്ങൾ അറിയിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും നാവികസേന കൂടി ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്ന് വാർത്തകൾ വരികയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇക്കാര്യത്തിൽ ആദ്യം മുതൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിപ്പോഴും ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതായത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തിരിച്ചടി മാത്രമാണ്, പ്രത്യാക്രമണം മാത്രമാണ്. അതായത് ഇന്ത്യയായിട്ട് അങ്ങോട്ട് ആക്രമിക്കില്ല എന്ന് ആദ്യം മുതൽ ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്ത്യ അക്കാര്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം പഹൽഗാമിനുള്ള മറുപടി എന്ന നിലയിലാണ്
ഭീകരത്താവളങ്ങൾ ആക്രമിച്ചത്. പക്ഷേ അതിനുശേഷം ഇന്ത്യയിലെ 15 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത്. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് ലാഹോർ അടക്കം ഇത്തരത്തിൽ പാകിസ്ഥാനിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയത്. മറിച്ച് ജനവാസ മേഖല ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ അതിൽ നിന്ന് വലിയ രീതിയിൽ കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു, മിസൈലുകൾ അയക്കുന്നു. ഒപ്പം തന്നെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടി നൽകുകയാണ്. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 ആക്രമണം തുടങ്ങുന്നു. 10:30 തന്നെ ഇന്ത്യ തിരിച്ചടി ആരംഭിക്കുന്നു. അതായത് ഒന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല, എല്ലാം നിർവീര്യമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ സേനകൾ. അതിനുശേഷം 10:30 ഇന്ത്യയുടെ പ്രത്യാക്രമണം തുടങ്ങുന്നത്. ഈ പ്രത്യാക്രമണത്തിൽ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അത് ഏത് മേഖലയിലാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ട കാര്യമാണ്. ഏതായാലും പാകിസ്ഥാൻ അവരുടെ പതിവ് പല്ലവി ഈ ഇന്നലെയും രാത്രിയും ആവർത്തിക്കുന്നത് കണ്ടു. അതായത് ജമ്മുവിലടക്കം ഡ്രോണുകൾ വന്നതും മിസൈൽ വന്നതും തന്നെ പാകിസ്ഥാന് പങ്കില്ല എന്നാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ഞങ്ങളല്ല എന്ന് പറയുന്ന പതിവ് പാകിസ്ഥാനുണ്ട്. അത് കഴിഞ്ഞ ദിവസവും അവർ ആവർത്തിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇന്ന് ഈ രാവിലെ പുലരുമ്പോൾ കേൾക്കുന്ന വാർത്ത ജമ്മു ലക്ഷ്യമാക്കി വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോണുകൾ വരുന്നു എന്നുള്ളതാണ്. അതെല്ലാം തന്നെ സേനകൾ നിർവീര്യമാക്കി എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. ഏതായാലും ബ്ലാക്ക് ഔട്ടാണ് ജമ്മു കശ്മീർ അടക്കമുള്ള മേഖലകളിൽ. അതീവ സുരക്ഷയിലാണ് ഈ പ്രദേശങ്ങൾ. ഒപ്പം തന്നെ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 15 ദിവസമായി വലിയ ആക്രമണം നടക്കുന്നുണ്ട് അതിർത്തി മേഖലകളിൽ LOCയിൽ. അപ്പോൾ ഇന്നലെ സ്വാഭാവികമായും അവിടെയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ വാർത്തകൾ ഒരുപക്ഷെ വരാത്തതായിരിക്കാം. കാരണം കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിൽ ഷെല്ലാക്രമണം നടക്കുന്നുണ്ട് ഈ മേഖലകളിൽ. 16 പേർ പൂഞ്ചിലും ഉറിയിലുമായി കൊല്ലപ്പെട്ടു. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിലായി BSFന്റേതായ വാർത്താക്കുറിപ്പ് ഇന്നലെ അർദ്ധരാത്രി വന്നിട്ടുണ്ട്. അതിലാണ് ഇത്തരത്തിൽ സാംബ മേഖലയിൽ, സാംബ ജില്ലയിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി പാകിസ്ഥാൻ ഭീകരരെ കൊലപ്പെടുത്തി എന്ന് സൈന്യം BSF ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്.